ചൂരൽമലയിൽ പ്രതിഷേധിച്ചവർക്കെതിരെ കേസെടുത്ത് പോലീസ്. ഇന്നലെ പ്രതിഷേധിച്ച 6 പേർക്കെതിരെയാണ് മേപ്പാടി പോലീസ് കേസെടുത്തത്. അതേസമയം ബേലിപ്പാലത്തിന് അടിയിലായി സർക്കാർ നിർമ്മിച്ച സംരക്ഷണ ഭിത്തിക്ക് വിള്ളലേറ്റു. സംരക്ഷണ ഭിത്തി പുതുക്കി പണിയണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇന്നലെ പ്രതിഷേധിച്ച 6 പേർക്കെതിരെയാണ് പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത്. സ്ഥലം വില്ലേജ് ഓഫീസർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. ഇന്നലെ വില്ലേജ് ഓഫീസർ അടക്കമുള്ള ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു നിർത്തിയിരുന്നു. പ്രശ്നങ്ങൾ അറിയിക്കുവാൻ എത്തിയവർക്കെതിരെയാണ് പോലീസിന്റെ കേസെടുക്കൽ നടപടി. ദിവസം നൽകിയിരുന്ന 300 രൂപയടക്കം മുടങ്ങിയതിനെതിരെയായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. അതേസമയം ശക്തമായ മഴയിൽ ബെയിലി പാലത്തിന് കീഴെ നിർമ്മിച്ച സംരക്ഷണ ഭിത്തിയിൽ വിള്ളലുണ്ടായി. ഈ വർഷത്തെ മഴയിൽ പകുതിയോളം ഒലിച്ചു പോയിട്ടുണ്ട്. അത് വിള്ളൽ വീണിട്ടുണ്ട്. അത് സുരക്ഷിതമല്ല. ഒരു ജനങ്ങൾക്കും അപ്പുറത്തേക്ക് കടന്നു പോയി എസ്റ്റേറ്റിൽ ജോലി എടുക്കുവാനോ മറ്റുള്ളതിനോ സാധിക്കുമല്ല. ഇപ്പോൾ പാലത്തിൽ കയറുവാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ സംരക്ഷണ ഭിത്തിക്ക് ഇപ്പോൾ ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. അതിൻ്റെ കോൺട്രാക്ടർമാർ വീണ്ടും അത് റീകണ്ടീഷൻ ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ പ്രദേശവാസികളായ 3 വാർഡുകാർക്ക് 300 രൂപ വെച്ച് സർക്കാർ കൊടുക്കാമെന്ന് പറഞ്ഞ ഫണ്ട് ഇവിടുത്തെ കുറേ ഉദ്യോഗസ്ഥന്മാരും കുറേ ചിങ്കിടികളും കൂടിയിട്ട് അത് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. കുറേ ആൾക്കാർക്ക് കൊടുക്കുകയും കുറേ ആൾക്കാർക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്യാണ്. പുഴ മൊത്തം റെഡിയാക്കാൻ വേണ്ടി 190 കോടി ഉപയോഗിച്ചെന്നാണ് നമുക്ക് കിട്ടുന്ന വാർത്തകൾ. ഈ 190 കോടി ഏത് പൈസയാണ്? ഈ കേരള ജനതയ്ക്ക് അറിയോ ഏത് പൈസയാണെന്നുള്ളത്? ഈ പാവപ്പെട്ട ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാനും അവരുടെ പ്രയാസങ്ങൾ തീർക്കാനും ഈ കേരളത്തിലെ ജനം കൊടുത്ത പൈസ ഉപയോഗിച്ചിട്ടാണ് ഈ 190 കോടി ഇങ്ങനെ ഈ പുഴയിലൂടെ ഒലിച്ചു പോകുന്നത്. 40 ലക്ഷം മുടക്കിയാണ് PWDയുടെ നേതൃത്വത്തിൽ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചത്. പുഴയിൽ ഒഴുക്ക് കൂടുകയാണെങ്കിൽ സംരക്ഷണ ഭിത്തി തകരാൻ സാധ്യതയുണ്ടെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. ജനം, വയനാട്.